നിങ്ങളൊരു പുതിയ അക്കൗണ്ടന്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു അക്കൗണ്ടന്റ് ജോലിയിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സെലക്ഷൻ ആയി നിങ്ങൾ ആദ്യമായിട്ട് ജോലിക്ക് പോവുകയാണ് ചെയ്യണത്. അപ്പോ അവിടെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളായിരിക്കും അവിടുത്തെ പുതിയൊരു അക്കൗണ്ടന്റ്, അതായത് ആ ഫേമിലെ ആദ്യത്തെ അക്കൗണ്ടന്റ് നിങ്ങളാകാം, അല്ലെങ്കിൽ വേറൊരാളുടെ ഒഴിവിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് ആ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഞാൻ ഈ ചാനലിലെ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായി. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എന്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastallyclass@gmail.com ആണ്. അപ്പോൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഷുഡ് നോ ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ്, അതായത് GAP എന്ന് പറയും. അതായത് എന്താണ് അത്? അണ്ടർസ്റ്റാൻഡ് ദ കോർ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഗവേണിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ അക്കൗണ്ടിങ് റൂളുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു അക്കൗണ്ടന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാലേ നമുക്കത് ഏത് സോഫ്റ്റ്വെയറിലേക്കാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മനസ്സിൽ ദൃഢമായിട്ട് ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഏതുപോലെ എന്നുണ്ടെങ്കിൽ ഒരു വീടിന്റെ അടിത്തറയല്ലേ എപ്പോഴും സ്ട്രോങ് ആവേണ്ടത്, എന്നാലല്ലേ അതിന്റെ മുകളിലേക്ക് കെട്ടിപ്പടുക്കുമ്പോൾ അതിന് ഉറപ്പുണ്ടായിരിക്കുള്ളൂ. അതേപോലെ നിങ്ങളുടെ മൈൻഡിൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒരു ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് പ്രധാനമാണ് റൂളുകൾ അറിഞ്ഞിരിക്കണം. അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന 2 ടൂളുകളാണ്. നിങ്ങൾക്ക് ഇനി ഇതിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, എങ്ങനെയാണ് ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുക, റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ റൂളുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് ദ ഫേം യു ആർ വർക്കിംഗ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫേമിൽ, അതായത് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ഷനായി നിങ്ങൾ ജോലിക്ക് കയറുകയാണ്, ആ ഫേമിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഏത് ടൈപ്പ് ഫേമാണ്, ട്രേഡിംഗ് ഫേം ആണോ, മാനുഫാക്ചറിംഗ് ആണോ, സർവീസ് ആണോ. അപ്പൊ ട്രേഡിംഗ് ആണെങ്കിൽ അവിടെ ഫിനിഷ് ഗുഡ്സ് ടു ഫിനിഷ് ഗുഡ്സ് ആണ് അവിടുത്തെ സൈക്കിൾ വരിക. ഇപ്പൊ ഒരു മൊബൈൽ ഷോപ്പ് ആണെങ്കിൽ അവിടെ മൊബൈൽ വാങ്ങിക്കുന്നു, വിൽക്കുന്നതും എന്ത് തന്നെയാണ്? മൊബൈൽ തന്നെയാണ്. എന്നാൽ മാനുഫാക്ചറിംഗ് കൺസേൺ പറഞ്ഞാൽ അവിടെ അങ്ങനെയല്ല, അവിടെ പ്രൊഡക്ഷൻ ആണ് നടത്തുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്തായിരിക്കും പർച്ചേസ് നടത്തുണ്ടാവുക? റോ മെറ്റീരിയൽസ് പർച്ചേസ് നടത്തി അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സെയിൽ ചെയ്യുക. അപ്പൊ അവിടെ മാനുഫാക്ചറിംഗ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. സർവീസ് പറഞ്ഞാൽ ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കൂള്, കോളേജ്, അതേപോലെ കാറിന്റെ സർവീസ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഏത് തരം ഫേമാണ്, ഓരോ ഫേമിലും അക്കൗണ്ടിങ് ഡിഫറന്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്യാഷ് മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷും, അതായത് ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷും സോഫ്റ്റ്വെയറിലുള്ള ക്യാഷും ഈക്വൽ ആയിരിക്കണം.
അപ്പൊ നിങ്ങൾ ഡെയിലി ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോ ഇന്ന് കുറച്ച് തിരക്കുണ്ട്, അപ്പോ ഇന്ന് വീട്ടിലേക്ക് ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ട്, ഇനിയിപ്പോ നാളെ ചെക്ക് ചെയ്യാം, അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മളുടെ ബിസിനസ് ആകെ കൊള്ളാകും. അപ്പൊ ഡെയിലി നമ്മൾ നിർബന്ധമായിട്ടും പോകുന്നതിന് മുമ്പേ വൈകിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷും സോഫ്റ്റ്വെയറിലുള്ള ക്യാഷും ഈക്വൽ ആക്കിയിട്ട് പോകണം. അപ്പൊ ഇത് ഈക്വൽ അല്ലാതിരിക്കാൻ പല കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ വൈകിട്ട് സ്റ്റാഫുകൾക്കൊക്കെ ചായ വന്നു, അപ്പൊ ചായയുടെ പൈസ അക്കൗണ്ടന്റ് കൊടുത്തു, പക്ഷെ അത് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ സിസ്റ്റത്തിൽ അതേപോലെ തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് പോയി മറന്നു, പിറ്റേ ദിവസം രാവിലെ വന്നു, അപ്പോഴും ഓർമ്മയുണ്ടായില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് അവിടെ ഫീൽ ചെയ്യാണ്. അപ്പൊ നമുക്ക് വലിയ എമൗണ്ടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ ചെറിയ എമൗണ്ടുകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്തേ വഴിയുള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് വെക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും രണ്ടും നമ്മൾ മാച്ച് ചെയ്തിട്ട് പോകണം. സോഫ്റ്റ്വെയർ ആണെങ്കിലും കയ്യിലുള്ളതാണെങ്കിലും രണ്ടും ഇവിടുന്ന് ചെലവായി കഴിഞ്ഞാൽ അവിടെ റെക്കോർഡ് ചെയ്യണം, അവിടെ നിന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ അത് ചെലവാക്കിയിരിക്കണം. കിട്ടുന്നതാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് റീകൺസിലിയേഷൻ. അതായത് എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ, റീകൺസിലിയേഷൻ എന്നുള്ള വാക്കിന് തന്നെ എന്താണ് അർത്ഥം? ഒത്തുനോക്കുക എന്നാണ് അർത്ഥം. അതായത് നിങ്ങളുടെ ബിസിനസിന്റെ ബാങ്കിന്റെ ലെഡ്ജർ ഉണ്ടായിരിക്കും, അതേപോലെ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്യുന്ന ആ ബാങ്കിന്റെ ലെഡ്ജറിൽ ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം എവിടെ? ബാങ്കിന്റെ പാസ്ബുക്കിലും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡെയിലി തന്നെ നമ്മൾ റീകൺസിൽ ചെയ്യണം. ഒരുപാട് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡെയിലി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വീക്കിലി എങ്കിലും നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പൊ അത് എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാർട്ടിക്ക് ചെക്ക് കൊടുത്തു. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസ് ആണ്. അക്കൗണ്ടിങ്ങിൽ രണ്ട് മെത്തേഡുകളുണ്ട്, ഒന്ന് അക്രൂവൽ ബേസിസും ഉണ്ട്, ഒന്ന് ക്യാഷ് ബേസിസും ഉണ്ട്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോ ഒരു ഇവന്റ് നടന്നു, എപ്പോ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അപ്പൊ അത് റെക്കോർഡ് ചെയ്യാം. എന്നാൽ ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ ക്യാഷ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഒരുപാട് മിസ്മാച്ചുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് ലോകത്ത് എല്ലായിടത്തും അക്രൂവൽ ബേസിസ് ആണ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു പാർട്ടിക്ക് ചെക്ക് കൊടുത്താൽ നമ്മളുടെ ബുക്കിൽ നമ്മുടെ എൻട്രി ഇട്ടിട്ടുണ്ട്, പക്ഷെ ബാങ്കിൽ അത് എപ്പോഴേ വരുള്ളൂ? ഈ പാർട്ടി ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് വരുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മിസ്മാച്ച് അവിടെ ഫീൽ ചെയ്യും. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും എന്താണ്, റീകൺസിൽ ചെയ്യണം. അപ്പൊ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചിട്ട് നമ്മൾ റീകൺസിൽ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം, അല്ല നിങ്ങൾ മാനുവലി ആണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലി നിങ്ങൾക്ക് റീകൺസിൽ ചെയ്യാം. അപ്പോൾ എല്ലാ ഡാറ്റകളും എന്താണ്, നമ്മുടെ മാനുവലി ആണെങ്കിൽ നിങ്ങൾ എല്ലാതും പ്രോപ്പർ ആയിട്ട് മാനുവലി റെക്കോർഡ് ചെയ്യണം. അതായത് വൗച്ചർ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഓരോന്നിനും പ്രോപ്പർ വൗച്ചർ കീപ്പ് ചെയ്ത് അത് ഫയൽ ചെയ്തിട്ട് അതിന് എൻട്രി ഇട്ട് വെക്കണം. അപ്പൊ മാനുവൽ ആണെങ്കിലും സോഫ്റ്റ്വെയറിലാണെങ്കിലും. അല്ലാതെ ബില്ലുകൾ അവിടെ ഇവിടെ ചിന്നി ചെതറി കിടക്കരുത്. ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടിയും കൂടി അയാളുടെ ഒരു ഭാഗമാണത്. എന്നാലാണ് നല്ല ഒരു പ്രൊഫഷൻ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ പ്രോപ്പർ ആയിട്ട് വൗച്ചർ മാനേജ്മെന്റ് ചെയ്തിരിക്കണം. പർച്ചേസ് ചെയ്യുന്ന എൻട്രി പർച്ചേസ് ചെയ്യണം, സെയിൽസ്, പേയ്മെന്റ്, റെസിപ്റ്റ്, കോൺട്രാ, ഇങ്ങനെയുള്ള ഓരോ സോഫ്റ്റ്വെയറിലും ഓരോ തരത്തിലായിരിക്കും എൻട്രി ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എൻട്രികളെല്ലാം പ്രോപ്പറായി ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഐറ്റം, ഇൻവെന്ററി പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് ഐറ്റം ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായി നിങ്ങൾ മാനേജ് ചെയ്യണം. അതായത് നെഗറ്റീവ് സ്റ്റോക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് ബില്ലിലുള്ള കാര്യങ്ങളല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതേപോലെ സെയിൽസ് ആണെന്നുണ്ടെങ്കിലും. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒന്ന് എടുത്തിട്ട് നോക്കണം. അപ്പൊ നമുക്ക് ഒരു ദിവസം എടുത്ത് നോക്കിയാൽ പിന്നെ നമുക്ക് വലിയ പാടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകലും നമുക്ക് എളുപ്പമല്ല. എന്നാലും നെഗറ്റീവ് സ്റ്റോക്ക് ഒന്നും ഇല്ലാതെ നമ്മുടെ പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ എന്താണ്, മൈൻഡിൽ എന്താണ്, നോട്ട് ചെയ്തിട്ട് വെക്കണം. അതേപോലെ ഡെയിലി എടുക്കേണ്ടതായിട്ടുള്ള റിപ്പോർട്ട്സുകളും നിങ്ങൾ എടുത്തിട്ട് വെക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റ്.
അതായത് കൊടുക്കാനുള്ള ആൾക്കാരിനെയും കിട്ടാനുള്ള ആൾക്കാരിനെയും റിപ്പോർട്ടുകൾ പ്രോപ്പർ ആയിട്ട് എടുക്കണം ഓരോ ദിവസവും. ഇന്ന് ആർക്കൊക്കെ കൊടുക്കാനുണ്ട് അവർക്ക് പ്രോപ്പറായി ആ ഡേറ്റിൽ തന്നെ കൊടുത്തു തീർക്കണം. അല്ലെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് പെനാൽറ്റി ഒക്കെ വരും. അതേപോലെ തന്നെ കിട്ടാനുള്ള ആൾക്കാരുടെ റിപ്പോർട്ട് എടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് പേയ്മെന്റ് എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബിസിനസിനെ സ്ട്രോങ് ആയി നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡള്ളായി പോകും. നിങ്ങൾക്ക് അറിയാലോ, കിട്ടാനുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കൊടുക്കാനുള്ള ആൾക്കാർക്ക് പ്രോപ്പറായി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, അവര് നമുക്ക് സാധനങ്ങൾ തരില്ല, ഗുഡ്സ് തരില്ല. ഗുഡ്സ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പ്രോപ്പറായി വിൽക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഗ്രാഫ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റ് നമ്മളെ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പൊ നിങ്ങളുടെ സോഫ്റ്റ്വെയറിലാണ് ഉപയോഗിക്കണമെങ്കിൽ അതിന് നമുക്ക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും നിങ്ങൾ അതിലെന്താണ് A to Z കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പരിചയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പ്രോപ്പറായി നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം. അല്ല ഇപ്പൊ ടാലി ഇതൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾക്ക് ടാലിയൊക്കെ നിങ്ങളെ പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ പോകേണ്ടത്. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ സോഫ്റ്റ്വെയറിന്റെ A to Z കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.